മാന്നാനം എക്കലോഗ് തിയേറ്ററിൻ്റെ യാത്രാ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറയോടൊപ്പമാണ്. സന്യാസ സഭ സ്ഥാപിക്കൽ, സന്യാസ സഭയുടെ ആരംഭം കുറിക്കൽ ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിർവഹിക്കപ്പെടുക. 1852 അതിൻ്റെ അന്ത്യഭാഗത്തായിട്ട് ലുദവിക്കോസ് മെത്രാപ്പോലീത്ത റോമിലേക്ക് തിരിച്ചു പോവുകയും തലസ്ഥാനത്ത് കൊല്ലം വികാരി അപ്പസ്തോലിക്കയെ ബെർണർദീനോസ് മെത്രാപ്പോലീത്തയെ പകരം വയ്ക്കുകയും ചെയ്തു. ആ ഒരു കാലഘട്ടത്തിലാണ് മാന്നാനത്തെ സന്യാസ ജീവിതമുറ അംഗീകരിക്കപ്പെടുന്നത് ഈ ബെർണർദീനോസ് മെത്രാപ്പോലീത്തയുടെ കാലഘട്ടത്തിലാണ്. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അധികം പ്രത്യേകത. അതുതന്നെയാണ് ചാവറയച്ചൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. CMI സഭയുടെ പ്രത്യേകതയും അതുതന്നെയാണ്. ഇത് ഈ ഒരു ജീവിത മാതൃക, ജീവിതമുറ പല മെത്രാന്മാരുടെയും കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. സ്റ്റബിലീനി മെത്രാൻ്റെ കാലത്ത് ആണ് ഇത് ആരംഭിക്കുന്നത്. ഫ്രാൻസിസ് സേവ്യർ മെത്രാൻ്റെ കാലത്തിലൂടെ ഇത് കടന്നുപോയി. ലുദവിക്കോസ് മെത്രാൻ്റെ കാലത്തിലൂടെ കടന്നുപോയി. അവരാരും ഇതിനെ വളർത്തിയില്ല, എങ്കിൽ പോലും അതിനെ തളർത്തിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ തളരാത്ത ഒരു ജീവിത മുറ, ഒരു ജീവിത സങ്കല്പം മാന്നാനത്തുണ്ടായിരുന്നു. ആ ജീവിത സങ്കല്പമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഏകാന്ത ജീവിതമാണ്. ഒരു വാനപ്രസ്ഥ സ്റ്റൈലിലുള്ള ഒരു ജീവിതമായി. എന്നാൽ പ്രേക്ഷിത പ്രവർത്തനം തിങ്ങി നിറഞ്ഞ ഒരു ജീവിതവുമായി. അങ്ങനെയാണ് ഇതിനെ ഒരു ജീവിത മുറ എന്ന് നമ്മൾ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ CMI സഭയുടെ ആദ്യകാലത്തെ സന്യാസ ജീവിതത്തിൻ്റെ മുറയെക്കുറിച്ച് അങ്ങനെയാണ് ജീവിത മുറയായി. അല്ലാതെ കണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ജീവിതമൊന്നും ആയിരുന്നില്ല. പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും സ്വയ അഭ്യാസത്തിലൂടെയും ഒക്കെ രൂപീകരിക്കപ്പെട്ട ഒരു ജീവിതമുറയായി. ഏകാന്ത ജീവിതം ഇതിലുണ്ടായിരുന്നു, പ്രേക്ഷിത ജീവിതമുണ്ടായിരുന്നു. ഇങ്ങനെ ഇരുവക ജീവിതക്രമമാണ് ഈ ജീവിതമെന്ന് പറയുന്നത്. മാന്നാനത്തെ സന്യാസികളിലെ മറ്റും കണ്ടിരുന്നത് ഡൊമിനിങ്കോസ് പുണ്യവാന്റെ ചില ജീവിതക്രമങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അത് ഏതൊക്കെയാണെന്ന് ഇന്ന് വേർതിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിൻ്റെ ഒരു നിയമാവലി ഉണ്ടായിരുന്നില്ല. ചാവറയച്ചൻ നിരന്തരമായിട്ട് ഈ സന്യാസ സമൂഹത്ത് ഈ ജീവിതമുറയെ തിരുസഭയുടേതാക്കാൻ ഒത്തിരി പരിശ്രമങ്ങൾ, എഴുത്തുകുത്തുകൾ ചാവറയച്ചൻ നടത്തിയിട്ടുണ്ട്. ചാവറയച്ചൻ്റെ വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് തന്നെയായി. ബെർണർദീസ് മെത്രാപ്പോലീത്തായുടെ മാന്നാനത്തെ ജീവിതക്രമത്തോടുള്ള അദമ്യമായ താല്പര്യവും സ്നേഹവുമാണ് ഈ ജീവിതക്രമത്തെ ഒരു സന്യാസ ജീവിതമാക്കി മാറ്റിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.
ബെർണർദീസിനോസ് മെത്രാപ്പൊലീത്ത ചാവറയച്ചനോട് മാന്നാനം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ടൈം ടേബിൾ എന്താണെന്ന് അന്വേഷിക്കുകയും അത് മനസ്സിലാക്കുകയും അതിൽ സംപ്രീതനാവുകയും അതിനെ ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇതിനെ ഒരു സന്യാസ സമൂഹമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത്. അങ്ങനെ കാനോനിക്കലായിട്ടുള്ള ഒരു അനുമതി, കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞാൽ അതാണ്. കാനോനികമായിട്ടുള്ള അംഗീകാരം കിട്ടിയ ഒരു സഭ, അതിനൊരു നിയമാവലി, അതിനൊരു ചിട്ടയും അതിനൊരു ക്രമവും, അതാണ് ബെർണർദീസിനോസ് മെത്രാപ്പൊലീത്ത. അതിനാണ് അംഗീകാരം നൽകി കർമ്മലിത്ത നിഷ്പാദക സഭ എന്നാണ് നമുക്ക് ആദ്യം കിട്ടിയ പേര്. കർമ്മലിത്ത ഡിസ്കാസ്റ്റ് സഭ 1855 ധനു 8 മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് ഇതിൻ്റെ അംഗീകാരം, ഈ CMI സഭയ്ക്കുള്ള അംഗീകാരം പ്രായോഗികമായിട്ട് ലഭിക്കുന്നത്. അതിനു മുൻപ് ഇങ്ങനെ ജീവിതമുണ്ടായിരുന്നു. അതിനാണ് നമ്മൾ പറയുക ജീവിത മുറ എന്ന് പറയും. ഇത് വലിയ ഭാഗ്യപ്പെട്ട ഒരു ദിവസം. അതുകൊണ്ട് 2031 നമ്മൾ 200 വർഷം പിന്നിടാൻ പോവുകയാണ്. ആ പിന്നിടാൻ പോകുന്ന 2031 വേണ്ടിയുള്ള ഒരു ഒരുക്കമായിട്ട് നമ്മുടെ ഈ എപ്പിസോഡുകളെ നമുക്ക് വേണമെങ്കിൽ കരുതാം. ഒരു പഞ്ചവത്സര പദ്ധതി. ഇനിയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ചരിത്രത്തിലൂടെ തന്നെ നമുക്ക് ഒത്തിരി കടന്നു പോകാനുണ്ട്. പ്രതിസന്ധികളെക്കുറിച്ച് കടന്നു പോകാനുണ്ട്. ഇന്ന് CMI സഭയെ ഈ ലോകം എങ്ങനെ കാണുന്നു എന്നുള്ളതിലൂടെയും കടന്നു പോകാനുണ്ട്. അങ്ങനെ ഇതൊരു വലിയ കടന്നുപോക്കാണ്. 2031 ഒരുക്കമായിട്ട് വേണമെങ്കിൽ ഈ എപ്പിസോഡുകളെ നമുക്ക് കാണാം. അതുകൊണ്ട് എപ്പിസോഡുകളിലേക്ക് ഇനിയും ഇതിൻ്റെ കേൾവിക്കാർക്കും കാഴ്ചക്കാർക്കും സ്വാഗതം നേരുകയാണ്.